പ്രതീക്ഷകൾ തെറ്റിയില്ല. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മാത്രമല്ല, ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ സൗത്ത് ഏഷ്യൻ വംശജൻ, ആദ്യ റാപ്പ് ഗായകൻ, ആദ്യ സോഷ്യലിസ്റ്റ് എന്നീ പ്രത്യേകതകളും മംദാനിക്കുണ്ട്. ആഫ്രിക്കയിൽ ജനിക്കുന്ന ആദ്യ ന്യൂയോർക്ക് മേയർ കൂടിയാണ് അദ്ദേഹം. ആദ്യമായാണ് ഇത്ര പ്രായം കുറഞ്ഞ ഒരാൾ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 34 വയസ്സ് മാത്രം പ്രായമുള്ള സൊഹ്റാൻ മംദാനി വലിയ ഡിജിറ്റൽ ക്യാമ്പയിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തിയത്. ജെൻസി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണവും മംദാനിക്ക് വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി നടത്തി. ഇതിൻ്റെ എല്ലാം ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ച വൻ വിജയം. 50% വോട്ട്. അതായത് ആദ്യഘട്ട വിലയിരുത്തലനുസരിച്ച് 10,35,646 പേരാണ് മംദാനിക്ക് വോട്ട് ചെയ്തത്. എതിർ സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് മേയർ ആൻഡ്രൂ കുമോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ആകെ 41% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കർട്ടിസ് സിൽവ എന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും മംദാനിയെ പരാജയപ്പെടുത്താൻ ശക്തനായ ആൻഡ്രൂവിന് വേണ്ടി മുണ്ടുമടക്കി ഇറങ്ങിയിട്ടും ട്രംപിൻ്റെ സ്വപ്നങ്ങൾ കപ്പൽ കയറി. അവസാനം അഭിപ്രായ സർവേകളെല്ലാം എതിരായപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ മംദാനി ജയിച്ചാൽ ന്യൂയോർക്കിനെ കാത്തിരിക്കുന്നത് മഹാദുരന്തമാണെന്നും താൻ എല്ലാ ഫെഡറൽ സഹായങ്ങളും നിർത്തിവെക്കുമെന്നുമുള്ള ഭീഷണി. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി മുഴക്കിയും പലസ്തീൻ ജനതയെ അനുകൂലിച്ചുമായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ പ്രസംഗങ്ങൾ. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം ന്യൂയോർക്ക് വൈവിധ്യങ്ങളുടെ നഗരമാണെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കറുത്ത വംശജരും മുസ്ലിം മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ മംദാനിക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. എന്തിന്, ജൂതവിരുദ്ധനെന്ന് റിപ്പബ്ലിക്കൻസ് മുദ്രകുത്താൻ ശ്രമിച്ചിട്ടും ജൂതവംശജരും മംദാനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് ഇവിടത്തെ അത്ഭുതം. യുവാക്കളുടെ വലിയ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകളും പിന്തുണച്ചത് ഈ സോഷ്യലിസ്റ്റ് നേതാവിനെ തന്നെ. തീവ്ര ഇടതുപക്ഷ നയങ്ങളായിരുന്നു മംദാനിയുടെ വാഗ്ദാനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഭീമമായ വീട്ടുവാടക തുക ഫ്രീസ് ചെയ്യും, സൗജന്യ ബസ് യാത്ര അനുവദിക്കും, മണിക്കൂറിലെ മിനിമം വേതനം $30 ആക്കും, സർക്കാർ നിയന്ത്രിത ന്യായവില ഗ്രോസറി സ്റ്റോറുകൾ സ്ഥാപിക്കും, സൗജന്യ ഡേ കെയർ സംവിധാനങ്ങൾ കൊണ്ടുവരും, കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കും എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളിൽ പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടിയ വാഗ്ദാനങ്ങൾ. സാധാരണക്കാരായ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ന്യൂയോർക്ക് നഗരത്തിന് മംദാനിയുടെ വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളി. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി തൻ്റെ വിജയപ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പറഞ്ഞ വാക്കുകളും കോട്ട് ചെയ്തിരുന്നു. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ യുഗം അവസാനിക്കുമ്പോൾ വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദം ഉയരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷമാണിത്. ഇതായിരുന്നു ആ വാക്കുകൾ. ന്യൂയോർക്ക് നഗരം കുടിയേറ്റക്കാരാണ് പടുത്തുയർത്തിയത്. ഇത് കുടിയേറ്റക്കാരുടെ നഗരമാണ്. ഇനി ഇവിടെ നയിക്കാൻ പോകുന്നതും ഒരു കുടിയേറ്റക്കാരനായ ഞാനാണ്. മംദാനിയുടെ ഈ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് അനുയായികൾ വരവേറ്റത്. ന്യൂയോർക്ക് will remain a city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. 2018 സൊഹ്റാൻ മംദാനിക്ക് അമേരിക്കൻ പൗരത്വം പോലും ലഭിക്കുന്നത്. ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുരോഗമന ആശയങ്ങളിലൂന്നിയുള്ള പ്രചാരണം വിജയം കണ്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ന്യൂയോർക്ക്. തൻ്റെ പേര് ബാലറ്റിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഷട്ട്ഡൗണും തോൽവിക്ക് കാരണമായതായാണ് ട്രംപിൻ്റെ ന്യായീകരണം. സൊഹ്റാൻ മംദാനി മാത്രമല്ല അമേരിക്കയിൽ ജയിച്ച ഒരേയൊരു മുസ്ലിം സ്ഥാനാർത്ഥി. വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഇന്ത്യൻ വംശജയായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗസാല ഹാഷ്മിയും വിജയം തൊട്ടു. അമേരിക്കയിൽ ആദ്യമായാണ് ഒരു മുസ്ലിം സ്ത്രീ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വെർജീനിയയിലും ഡിട്രോയിറ്റിലും ആദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികളും ഈ മേയർ തെരഞ്ഞെടുപ്പിൽ US-ൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അബിഗേൽ സ്പാൻസർബർഗ്, മേരി ഷെഫീൽഡ് എന്നീ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളാണ് ചരിത്രം തിരുത്തിയത്. ന്യൂജേഴ്സി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിനും വിജയിച്ചു. ഇത്തരത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ വ്യാപകമായാണ് US-ൽ വിജയിച്ചത്. ഇത് ട്രംപിനെ സംബന്ധിച്ച് തിരിച്ചടിയും നാണക്കേടുമാണ്.